പുരോഹിതർ, സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ തങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആകും എന്ന് കരുതി എത്തിയ ആളുകൾ, അങ്ങനെ അനേകം മനുഷ്യർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ആ കാത്തിരിപ്പാണ് നമ്മെ വല്ലാതെ വേദനിപ്പിച്ചത്. അവർ മേൽവിലാസം ഉണ്ടായിരുന്നവരാണ്, അവർ ഒരുമിച്ച് സംസാരിച്ചവരായിരിക്കും, അവർ ഈ നാടിൻ്റെ തണൽ തേടിയവരാണ്. ഒരുപക്ഷെ തൊഴിലിനായി മറ്റും വന്ന ആളുകൾ കൂടി ആ കൂട്ടത്തിലുണ്ടാകും. കഴിഞ്ഞ ദിവസം ബീഹാർ സ്വദേശികളായ 3 പേരെ കണ്ടു എന്നതുപോലെ തന്നെ അങ്ങനെ അന്വേഷിച്ച് വരുന്നവരും ഉണ്ടാകും, ആ കൂട്ടത്തിലുണ്ടാകും. പക്ഷേ അവരൊക്കെ ആ നാടിൻ്റെ തണലിൽ ജീവിതം സ്വപ്നം കണ്ടവരോ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരോ ഒക്കെയാണ്. ആ നാടിൻ്റെ, നമ്മൾ ഈ കാലം കൊണ്ട് ആ നാട് എന്തായിരുന്നുവെന്ന്, മുൻകാലത്ത് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ്. അങ്ങനെ ജീവിച്ചവരാണ്, സ്വപ്നം കണ്ടവരാണ്. അതിൽ പല പ്രായക്കാരും പല തൊഴിൽ ആളുകളും ഒക്കെയുണ്ട്. ഇങ്ങോട്ടേക്ക് ധാരാളം മനുഷ്യർ അങ്ങനെ എത്തിച്ചേരുന്നുണ്ട്. തീർത്ഥാടകരെ പോലെ അനേകം മനുഷ്യർ ഇവിടെ വന്ന് നിന്ന് വേദനിക്കുന്ന അതീവ ദുഃഖകരമായ ദുര്യോഗം നിറഞ്ഞ കാഴ്ചകൾ പലയിടങ്ങളിലായി കാണുന്നുണ്ട്. വിവിധ പുരോഹിതർ പ്രാർത്ഥനകൾക്കായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതും പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു യാത്രയയപ്പ്, അന്ത്യയാത്ര എന്ന് പറയുന്നതിന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട്. പൊതുവായി അത് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ആഗ്രഹങ്ങളൊക്കെ തന്നെയും ഉണ്ടാകും. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവ് ഒരു മനുഷ്യർക്കും ഉണ്ടാകരുത് എന്നെങ്കിലുമുള്ളൊരു നീതി ജീവിച്ചിരിക്കുന്നവരുടെ നീതിയാണ്. ആ നീതി നമ്മൾ അവർക്ക് വേണ്ടി ഉറപ്പാക്കുന്നു എന്നതാണ്. ഒപ്പം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും പല മഹാദുരന്തങ്ങളുടെ ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാടിന് ഇതത്ര പരിചിതമായ കാഴ്ചയൊന്നുമല്ല. അത് ഒട്ടും നമ്മളെ കാണാൻ തോന്നിപ്പിക്കുന്ന, വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്ന കാഴ്ചയുമല്ല. അതൊരു ദുര്യോഗമാണ്, അത് വല്ലാത്തൊരു ദുസ്ഥിതിയാണ് എന്ന് പറയുന്നത് തെറ്റാവുകയില്ല. അങ്ങനെ ഒരു ദുര്യോഗവും ദുസ്ഥിതിയും വന്നു ചേർന്നിരിക്കുന്നു. ഇത്ര വലിയ ഒരു ദുരന്തം നമ്മുടെ നാട് ഇതിനു മുൻപ് കണ്ടിട്ടില്ല, നേരിട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ പല ദുരന്തങ്ങളും നമ്മൾ നേരിട്ടു. പ്രളയത്തെയും കോവിഡ് മഹാമാരിയും ഒക്കെ നേരിട്ടു. പക്ഷേ ഇതിന് സമാനമായ ഒരു ദുരന്തത്തെ ഒരു സ്ഥലം സർക്കാർ പൊതുഭൂമിയായി ഏറ്റെടുത്തുകൊണ്ട് കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കി നമ്മളുടെ സഹോദരങ്ങൾക്ക് ഈ നാട്ടിൽ കളിച്ചിരികളോടെ നിറഞ്ഞു നിന്നിരുന്ന, അല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിച്ചിരുന്ന കുറേ മനുഷ്യർക്ക് ഇങ്ങനെ വിട നൽകേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ദുര്യോഗത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയിരിക്കുന്നു. അത്രയും വലിയ ആഘാതം അത് ഈ നാടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ കാഴ്ചകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. നമ്മളങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തന്നെയും ഈ ദുരന്തത്തിൻ്റെ കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ മനുഷ്യരും, പലരും വന്ന് കഴിഞ്ഞ ദിവസം കണ്ട കുറേ മനുഷ്യർ പറയുന്നുണ്ടായിരുന്നു, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറേ പേരെ ഒരു വീട്ടിൽ അവർ ഒരുമിച്ച് അന്തി ഉറങ്ങുകയാണ്. അതാണ്, ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നവരാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ പോയി ഉറങ്ങാൻ കിടന്നവരാണ്. അങ്ങനെ ഉറങ്ങിക്കിടന്ന പല മനുഷ്യരെയും കാണാതെ പോയിട്ടുണ്ട്. അവരാരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്ന വ്യഥയോടെ, എന്ന വേദനയോടെ, എന്ന ആദിയോടെ ഇവിടെ നിന്ന് അത് നമ്മളുമായി പങ്കുവയ്ക്കുന്നവരെ കണ്ടു. പിന്നീടും ഈ അർദ്ധരാത്രിയോടുകൂടി ഇതൊക്കെ കഴിഞ്ഞ് ഇവർ മടങ്ങി, പിന്നീട് നമ്മൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നു, ഈ കുഴിമാടങ്ങളുടെ അടുത്തൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് മനുഷ്യർ ഇവിടെ വന്നു നിന്ന് ഈ കുഴിമാടങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിറകണ്ണുകളോടെ, ആധിയോടെ, വ്യാധിയോടെ ഇവിടെ നിൽക്കുന്നത് കണ്ടു. ആ മനുഷ്യരോട് ചിലരൊക്കെ നമ്മളോട് സംസാരിച്ചു. അവരുടെ പേരുകളൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരുടെ സഹോദരിയെ, മകളെ, അല്ലെങ്കിൽ മകനെ, അമ്മയെ, കൂട്ടുകാരനെ, സുഹൃത്തിനെ ഒന്നും കാണാനില്ല, അവരെ ആരെങ്കിലും ഇവിടെ സംസ്കരിച്ചിട്ടുണ്ടോ എന്നതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. ഒരു വാഹനമൊക്കെ എടുത്ത് അവർ സുഹൃത്തുക്കളായും മറ്റുമൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോവുക, അങ്ങനെ അവരൊക്കെ കൃത്യമായ മേൽവിലാസം ഉണ്ടായിരുന്നവരായിരുന്നു. അവർക്കൊക്കെ അവരുടേതായ ജീവിത പരിസരത്ത് സുഹൃത്തുക്കളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിട്ടാണ് അവർ നിത്യനിദ്രയിലേക്ക് പോകുന്നത്. അതിനുവേണ്ടി ഒരുക്കുന്ന നമ്മുടെ നാട് നേരിട്ട ദുരന്തത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ളൊരു സ്മാരകം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്മാരകമായി യഥാർത്ഥത്തിൽ ഈ സ്ഥലം കൂടി മാറുന്നുണ്ട്. പുത്തുമല പ്രത്യേകമായി ഏറ്റെടുത്താണ്. അതിന് മുൻപ് അങ്ങനെ ഒരു സങ്കട കഥയുണ്ട്. ഒരു സങ്കടത്തിന് മീതെ മറ്റൊരു സങ്കടമാണെങ്കിൽ കൂടിയും ഇത് അങ്ങനെയൊരു സ്മാരകം കൂടിയായി മാറുകയാണ്, അത്തരമൊരു ഇടം കൂടിയായി മാറുകയാണ്. അതായത് നമ്മുടെ സഹോദരങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന, നിത്യനിദ്രയിലാണ്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്കാണ്. ഏറ്റവും ബഹുമാനത്തോടു കൂടി ആണ്, സർക്കാരിൻ്റെ ബഹുമതി കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രിമാരുടെ സംഘം തന്നെ വന്ന് സർക്കാരിൻ്റെ ബഹുമതികൾ കൂടി, അവരുടെ ആദരവ് കൂടി അർപ്പിച്ചു. മതപുരോഹിതർ വന്ന് അവരുടെ പ്രാർത്ഥനകൾ നൽകി. നാട്ടുകാർ ഒന്നടങ്കം പ്രാർത്ഥിക്കുകയോ അവരുടേതായ രീതിയിൽ, അവരുടേതായ ധാരണകൾക്കും വിശ്വാസങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരിവിടെ വന്ന് ആദരാഞ്ജലികളും അന്തിമോപചാരവും ഒക്കെ അർപ്പിക്കുന്നു. അതിന് എത്രത്തോളം വൈകാരികമാണ്, അത് അങ്ങേയറ്റം വൈകാരികമാകുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഇതിനകം ദുരന്തത്തിൻ്റെ ഭീതിയും അതിനിരകളായിപ്പോയ മനുഷ്യരുടെ നഷ്ടങ്ങളും അവർ കാണാമറയത്തായിപ്പോയ മനുഷ്യരെക്കുറിച്ചുമൊക്കെ വല്ലാതെ
വേദനിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഈ നാട് ഇങ്ങനെ ഒരു ദുര്യോഗത്തെ കൂടി കാണുന്നത്. വളരെ ഇപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടാൽ ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയും. പിന്നീട് തുടർച്ചയായി അതാണ് നമ്മളെ പിന്നെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, മൃതദേഹങ്ങൾ കൂടുതൽ കണ്ടെടുക്കുന്നു. അതിൽ തിരിച്ചറിയപ്പെടാതെ പോകാനാണ് കൂടുതൽ സാധ്യത. അത്തരം ഘട്ടങ്ങളിൽ പിന്നെ ഒരു പോംവഴി ഈ പൊതു സംവിധാനം തന്നെ, ഇപ്പോൾ ഒരുക്കിയിട്ടുള്ള ഈ പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കുക. പൊതു ശ്മശാനങ്ങളും അങ്ങനെയുള്ള കേന്ദ്രങ്ങളും ഒക്കെ നമ്മൾ പലയിടങ്ങളിലും കാണാറുണ്ട്. പക്ഷേ അവിടെ കൂട്ടത്തോടുകൂടി മൃതദേഹങ്ങൾ എത്താറില്ല എന്നതാണ്. പക്ഷേ അങ്ങനെ എത്തുക എന്നത് തന്നെ എത്രത്തോളം നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേയധികം മനുഷ്യർ അവരുടെ പ്രിയപ്പെട്ടവരെ കാണാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും കഴിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരൊക്കെയാണ് ഇങ്ങോട്ടേക്ക് തുടർച്ചയായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസത്തേതുപോലെ അധികം കാലതാമസം ഉണ്ടാവുകയില്ല. വളരെ വേഗത്തിൽ തന്നെ, അതായത് ഒരു 4 മണിയോടുകൂടി തന്നെ ഇവിടെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാനാകും. പിന്നീട് അങ്ങോട്ടേക്ക് തുടർച്ചയായി സംസ്കാര ചടങ്ങുകൾ തുടരും. അതായത് 160 മൃതദേഹ ഭാഗങ്ങളും 30 മൃതദേഹങ്ങളും എന്ന നിലയ്ക്ക് 190 മൃതദേഹങ്ങൾ ഇന്ന് തന്നെ സംസ്കാരം ചടങ്ങുകൾ 190 ആളുകളുടേത് എന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെ തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരുടെ സംസ്കാര ചടങ്ങുകൾ 4 മണിയോടുകൂടി തന്നെ ആരംഭിക്കാൻ കഴിയും. അത് രാത്രി വരെയും നീളും എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. സജോ ദേവസ്യാണ് ഇപ്പോൾ പുത്തുമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. ആംബുലൻസുകൾ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ 8 പേരുടെ മൃതദേഹമാണ് അവിടെ സംസ്കരിച്ചത്. ആരെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരുടെ മൃതദേഹമാണ് ഇന്നലെ പുത്തുമലയിൽ സംസ്കരിച്ചത്. ഇന്നും അവിടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു. 4 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. സർവ്വമത പ്രാർത്ഥനയോടെയായിരുന്നു ഇന്നലെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ആരെന്നറിയാതെ ചിതറി തെറിച്ചു പോയതാണ് മൃത ശരീരങ്ങൾ. അവരുടെ സംസ്കാരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സജോ ദേവസ്യ തുടരുന്നുണ്ട്. സജോയിലേക്ക് എത്താം. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, 4 മണിയോടെയാണല്ലോ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെയും കണ്ടതാണ് കണ്ണീർ കാഴ്ച. അതിന് ആവർത്തനമുണ്ടാകുന്നു. ആരെന്ന് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ അലക്സ്? ഉന്മേഷ, തീർത്തും നൊമ്പരമാണ്. അടയാളങ്ങളൊന്നും ബാക്കി വയ്ക്കാത്ത ചില മനുഷ്യർ, അടയാളങ്ങളൊന്നും ബാക്കി വയ്ക്കാതെ ഭൂമിയിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ യാത്രയായവർ, യാത്ര പറയേണ്ടി വന്നവർ 7 ദിവസം മുമ്പ് ഏതാണ്ട് ഒരു 3.5 മണിക്കൂർ കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടവരാണ്. ഒട്ടനവധി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നവരാണ്. അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും വിഷമിപ്പിക്കുന്ന, വ്യസനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, ഈ നാടിനെ ഒന്നാകെ വേദനിപ്പിക്കുന്ന. ഈ നാട്ടുകാരെല്ലാം ഇവിടേക്ക് ഒഴുകി എത്തുന്നതിന് പോലും കാര്യം നമ്മൾ പറയുന്നു. ഇവരുടെ ഒരു അടയാളം പോലും ഇല്ലാത്ത മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും നാട്ടുകാർ ഒന്നടങ്കം ഇവിടെ എത്തി വേദന പങ്കിടുന്നുണ്ട്. ഈ നാടാകെ നീറിപ്പുകയുന്നുണ്ട്. ഈ നാട് മുറിഞ്ഞു പോയിട്ടുണ്ട്. ഈ നാടിനെ പൂർണ്ണമായി ഉരുളെടുത്ത് അവിടെ ഒന്നും അവശേഷിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു 3.5 മണിക്കൂർ കൊണ്ട് എല്ലാ സ്വപ്നങ്ങളും ഈ നാട്ടിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സജ സൂചിപ്പിച്ചതുപോലെ 30 മൃതദേഹങ്ങൾ 2 ഘട്ടങ്ങളിലായി 30 മൃതദേഹങ്ങൾ ഇന്നിവിടേക്ക് എത്തിക്കും. അത് മേപ്പാടി CHCയിൽ നിന്ന് ഇവിടേക്കുള്ള വഴിയിലാണ്, ഈ വഴിമധ്യയാണ്. ഈ പ്രദേശം നമുക്കറിയാം, 2019 പുത്തുമല ദുരന്തത്തിൻ്റെ ബാക്കി പത്രമാണ്. ആ നോവ് പേറുന്ന മണ്ണാണ് പുത്തുമല. ഹാരിസൺ പ്ലാന്റേഷൻ്റെ ഭൂമിയിലാണ് ഏതാണ്ട് 64 സെൻറ്റ് ഇത്തരത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി അവർ വിട്ടു നൽകുന്നത് സർക്കാരിന്. സർക്കാർ എല്ലാ ബഹുമതിയോടെയും, സർക്കാരിൻ്റെ എല്ലാ ഈ മൃതദേഹങ്ങൾ അർഹിക്കുന്ന, ഈ മനുഷ്യർ അർഹിക്കുന്ന എല്ലാ പ്രാധാന്യത്തോടെയും ബഹുമാനത്തോടെയുമാണ് സർക്കാർ അവരെ യാത്ര അയക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ 8 മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ചിരുന്നു. മുസ്ലിം മഹല്ല് കമ്മിറ്റിയുടെ ചില പുരോഹിതന്മാർ ഇവിടെ വന്ന് കുഴിമാടത്ത് നിന്ന് അവരുടെ പ്രാർത്ഥന നടത്തുകയാണ്. അത്തരത്തിൽ സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് ഈ മനുഷ്യരെ ഇവിടെ നിന്ന് യാത്രയാക്കുന്നത്. ഈ സ്വപ്നങ്ങൾ പേറി ഈ ഭൂമിയിൽ ജീവിച്ച ഈ പുത്തുമലയ്ക്ക് ഏതാണ്ട് 2-3 കിലോമീറ്റർ തൊട്ടടുത്താണ് ഈ ദുരന്തഭൂമി. ഈ ചൂരൽമല, മുണ്ടക്കൈ മേഖല, അട്ടമല പ്രദേശമൊക്കെ 2-3 കിലോമീറ്റർ അടുത്ത്. അവിടെ നിന്ന് ഒന്ന് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ പുത്തുമലയിലേക്ക്. ആ ഭൂമിയിലാണ് അവർക്ക് യാത്രാമൊഴി ചൊല്ലുന്നത്. സർവ്വമത പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അനാഥരാക്കപ്പെട്ട അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാത്ത, അടയാളങ്ങളൊന്നും ബാക്കി വയ്ക്കാത്ത ഈ മനുഷ്യർ, അവർ ഏതു മതത്തിൽ, ഏതു വിശ്വാസത്തിലാണ് അവർ ജീവിതകാലം ജീവിച്ചു തീർത്തത് എന്നറിയില്ല. അതിനാൽ അവർക്ക് അർഹിക്കുന്ന യാത്രയയപ്പ് നൽകണം എന്നുള്ളതാണ് തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഏതാണ്ട് 200ഓളം കുഴികൾ ഇവിടെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, 30 മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കും. അതുമാത്രമല്ല 160 ശരീരഭാഗങ്ങൾ ഇവിടേക്ക് എത്തിക്കും, സംസ്കാരം നടത്തും. ആ സംസ്കാരം നടത്തുമ്പോഴും ബന്ധുക്കൾക്ക്
എവിടെയെങ്കിലും ബന്ധുക്കൾ അവശേഷിക്കുന്നെങ്കിൽ ബന്ധുക്കൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് ബന്ധുക്കൾക്ക് അത്തരമൊരു ചിത്രം ലഭിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു അടയാളം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് അവരുടെ പ്രിയപ്പെട്ടവളെ അല്ലെങ്കിൽ അവരുടെ ഒപ്പമുണ്ടായിരുന്നവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കൂടി ഒരുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ സംസ്കാരം നടത്തുന്ന മൃതദേഹങ്ങളുടെ DNA സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. DNA സാമ്പിൾ ശേഖരിച്ച് അങ്ങനെ ഒരു DNA ലൈബ്രറി സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്നുണ്ട്, സജ്ജമാക്കുന്നുണ്ട്. നോക്കൂ ഉന്മേഷം, നമുക്കിവിടെ വരുമ്പോൾ അറിയാം, ഒരു മീസാൻ കല്ല് കൊത്തിവെച്ചിട്ടുണ്ട് ഓരോ ഖബറിലും ഓരോ കുഴിമാടത്തിലും. ആ മീസാൻ കല്ലിലുള്ള ആ നമ്പറാണ് അവരുടെ മേൽവിലാസം. ആ നമ്പറിലാണ് അവർ ഇനി അങ്ങോട്ട് അറിയപ്പെടുക. അവരെ ഇനി ബന്ധുക്കൾ ഇവിടെ എത്തി ഏതെങ്കിലും കാലത്ത് തിരിച്ചറിയുന്ന കാലം വരെയും ഉള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസ്കരിച്ച മൃതദേഹങ്ങളുടെ ആ നമ്പർ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ മറ്റ് മൃതദേഹങ്ങൾ, ഇന്ന് സംസ്കരിക്കുന്ന മറ്റ് മൃതദേഹങ്ങളിലും സമാനമായി തന്നെ അടയാളം ബാക്കി വയ്ക്കും, ഈ നമ്പർ ബാക്കി വയ്ക്കും. ഈ നമ്പർ സർക്കാരിൻ്റെ കയ്യിലുണ്ടാകും. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ആ DNA സാമ്പിളിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സർക്കാരിൻ്റെ സജു, ഏതായാലും സങ്കട കാഴ്ചകൾ തന്നെയാണ് എങ്ങും. അലക്സിലേക്ക് എത്താം. ഇപ്പോൾ ദീപക് ധർമ്മട ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതിജീവനത്തിന് വേണ്ടതെല്ലാം ചെയ്യും. സർക്കാർ സഹകരണം പ്രതീക്ഷിക്കുന്നു. സർക്കാരുമായി ചർച്ച ചെയ്ത് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയുടെ നിലപാടിനെ അവർ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം പറയരുത് ഇത്തരം ഒരു ദുരന്ത മുഖത്ത് എന്നുള്ള നിലപാട് കൂടി മുസ്ലിം ലീഗ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്.